3 മെട്രിക് ടണ്ണിൻ്റെ എത്ര ശതമാനം 60 ക്വിൻ്റൽ വരും? അപ്പോൾ 3 മെട്രിക് ടണ്ണിൻ്റെ എത്ര ശതമാനമാണ് 60 ക്വിൻ്റൽ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ടണ്ണും ക്വിൻ്റലും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം. ഒരു ടൺ എന്നാൽ 1000 കിലോയാണ്. അതുപോലെ ഒരു ക്വിൻ്റൽ എന്നാൽ 100 കിലോഗ്രാം. അപ്പോൾ ഒരു ടൺ എന്നാൽ 10 ക്വിൻ്റലാണ്. ഒരു ടൺ സമം 10 ക്വിൻ്റൽ. അപ്പോൾ 3 മെട്രിക് ടണ്ണിനെ ടൺ എന്ന് പറഞ്ഞാൽ മതി. 3 ടൺ എന്നുള്ളത് 10 ഗുണം 3 30 ക്വിൻ്റൽ വരും. 3 ടൺ എന്നാൽ 30 ക്വിൻ്റൽ. ഇനി ഓർക്കുക, നമ്മൾ 3 മെട്രിക് ടണ്ണിൻ്റെ എത്ര ശതമാനമാണ് 60 ക്വിൻ്റൽ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 3 ടൺ എന്നാൽ 30 ക്വിൻ്റലാണ്. അപ്പോൾ 30 ക്വിൻ്റലിൻ്റെ എത്ര ശതമാനമാണ് 60 ക്വിൻ്റൽ എന്ന് കാണണം. ഓർക്കുക, 30 ക്വിൻ്റലിൻ്റെ ഇരട്ടിയാണ് 60 ക്വിൻ്റൽ. ഇരട്ടിക്ക് തുല്യമായ ശതമാനം എത്രയാണ്? 200%. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ഡി 200%. അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കാണാം. 30 ക്വിൻ്റലിൻ്റെ എത്ര ശതമാനമാണ് 60 ക്വിൻ്റൽ എന്ന് കാണാൻ 30ൽ 60 ഗുണം 100 കാണുക. പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 3 കൊണ്ട് 6നെ ഹരിച്ചാൽ 2. 2 ഗുണം 100 200. ഇങ്ങനെയാണെങ്കിലും 200% എന്നായിരിക്കും ഉത്തരം കിട്ടുക. ശരിയുത്തരം ഓപ്ഷൻ ഡി 200%. 5, 8, 15 എന്നിവയുടെ നാലാമത്തെ അനുപാതമാണ് ഡാഷ്. നമുക്കിവിടെ 5, 8, 15 ഇവയുടെ ഫോർത്ത് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവയുടെ ഫോർത്ത് പ്രൊപ്പോർഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോർത്ത് പ്രൊപ്പോർഷൻ എക്സ് ആണെന്ന് എടുക്കുക. എക്സ് അങ്ങനെയെങ്കിൽ 5:8 സമം 15:x ആയിരിക്കും. ഓർക്കുക, 5, 8, 15 ഇവയുടെ നാലാമത്തെ അനുപാതം എക്സ് ആണെങ്കിൽ 5:8 സമം 15:x ആയിരിക്കും. ഈ ബന്ധം ഓർക്കുക. ഈ രണ്ട് അംശബന്ധങ്ങൾ തുല്യമാണെങ്കിൽ ഇതിലെ ആദ്യത്തെ സംഖ്യയുടെ അവസാനത്തെ സംഖ്യയുടെയും ഗുണനഫലവും നടുക്കുള്ള രണ്ട് സംഖ്യകളുടെയും ഗുണനഫലം തുല്യമായിരിക്കും. അതായത് 5 × x സമം 8 × 15 ആയിരിക്കും. ഇത് സോൾവ് ചെയ്ത് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് സമം 8 × 15 / 5 എടുത്താൽ മതി. 15നെ 5 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 3 വരും. 3 ഗുണം 8 24. അപ്പോൾ നമുക്ക് വേണ്ട ഉത്തരം 24 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. കണ്ണാടിയിൽ നോക്കിയാൽ 8 മണിയാകാൻ 15 മിനിറ്റ് സമയം എന്ന് തോന്നുന്നു. യഥാർത്ഥ സമയം എത്രയാണ്? അപ്പോൾ കണ്ണാടിയിൽ ഒരു ക്ലോക്കിൻ്റെ പ്രതിബിംബത്തിൽ കാണുന്നത് 8 മണിയാകാൻ 15 മിനിറ്റ് ഉണ്ടെന്നാണ്. 8 മണിയാകാൻ 15 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7:45 അതായത് 7:45 പ്രതിബിംബത്തിൽ കാണുന്ന സമയം. അങ്ങനെയെങ്കിൽ യഥാർത്ഥ സമയം എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ പ്രതിബിംബത്തിലെ സമയം തന്നിട്ട് യഥാർത്ഥ സമയം കാണാനായിട്ട് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഈ സമയം പ്രതിബിംബത്തിൽ കാണുന്ന സമയം 6 മണിക്ക് ശേഷമായതുകൊണ്ട് 12 മണിയിൽ നിന്നും ഈ പ്രതിബിംബത്തിലെ സമയം കുറച്ചാൽ യഥാർത്ഥ സമയം കിട്ടും. ഇവിടെ മണിക്കൂറും മിനിറ്റുമായിട്ടാണ് സമയം വന്നിരിക്കുന്നത്. അപ്പോൾ കുറയ്ക്കുന്നതിനുള്ള സൗകര്യത്തിനായിട്ട് 12 മണിയെ നമുക്ക് 11 മണിക്കൂർ 60 മിനിറ്റ് എന്ന് എഴുതാം. 11 മണിക്കൂർ 60 മിനിറ്റ്. അതിൽ നിന്നും 7 മണിക്കൂർ 45 മിനിറ്റ് കുറയ്ക്കുക. 60ൽ നിന്ന് 45 കുറയ്ക്കുക. അപ്പോൾ 15 കിട്ടും. 11ൽ നിന്ന് 7 കുറച്ചാൽ 4. അപ്പോൾ 4 മണി 15 മിനിറ്റാണ് യഥാർത്ഥ സമയം. 4 മണി 15 മിനിറ്റ്. ശരി ഉത്തരം ഓപ്ഷൻ എ 4:15. എക്സ്, വൈ ഇവയുടെ വിൽക്രമങ്ങളുടെ ശരാശരി എത്ര? നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വിൽക്രമങ്ങളുടെ ശരാശരി എഴുതണം. അപ്പോൾ എക്സിൻ്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ 1/x ആണ്. റെസിപ്രോക്കൽ, എക്സിൻ്റെ റെസിപ്രോക്കൽ 1/x ആണ്. അതുപോലെ വൈയുടെ റെസിപ്രോക്കലോ 1/y. അപ്പോൾ രണ്ട് സംഖ്യകളുടെ ശരാശരി കാണാനായിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 1/xൻ്റെയും 1/yയുടെയും ശരാശരി കാണണമെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടുക, അതിനെ 2 കൊണ്ട് ഹരിക്കുക. നമുക്കിവിടെ അംശം ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ഭിന്നസംഖ്യകൾ കൂട്ടുന്ന രീതിയിൽ ഇത് കൂട്ടണം. അപ്പോൾ y കൊണ്ട് ഈ 1നെ ഗുണിക്കുക, അതുപോലെ x കൊണ്ട് ഈ 1നെയും ഗുണിക്കുക. പൊതുവായ ഛേദമായിട്ട് xy എഴുതുക. അപ്പോൾ y കൊണ്ട് 1നെ ഗുണിക്കുമ്പോൾ y പ്ലസ് x കൊണ്ട് ഇവിടെ ഗുണിക്കുമ്പോൾ x ബൈ x × y xy ബൈ 2. ഇനി ഓർക്കുക, ഈ 2 എന്നുള്ളത് ഡിനോമിനേറ്ററിലാണ്. അതിനും ഒരു ഛേദമുണ്ട്, 1 ആണ്. 2ൻ്റെ ഛേദം 1 ആണ്. അപ്പോൾ ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കണമെങ്കിൽ ഈ ഛേദത്തിൽ വരുന്ന ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കൽ അഥവാ വിൽക്രമം കൊണ്ട് ഈ അംശത്തിൽ വരുന്ന സംഖ്യയെ ഗുണിച്ചാൽ മതി. അപ്പോൾ ഇത് y + x ബൈ xy ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ
2/1 റെസിപ്രോക്കൽ 1/2 ഗുണിക്കുന്നു. ഭിന്നസംഖ്യകൾ ഗുണിക്കുന്നത് അംശത്തിനെ അംശം കൊണ്ട് ഗുണിക്കുക, ഛേദത്തിനെ ഛേദം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1 കൊണ്ട് y+x ഗുണിക്കാം. അതായത് y+x ബൈ 2 കൊണ്ട് xyയെ ഗുണിക്കുക, 2xy എന്ന് വരും. y+x x+y സെയിമാണ്, അതായത് x+y/2xy ആണ് ഉത്തരം. 1/xൻ്റെയും 1/yയുടെ ശരാശരി x+y/2xy. ശരി ഉത്തരം ഓപ്ഷൻ ഡി. -5നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്ര? ഇവിടെ -5നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയെന്ന് കണ്ടെത്തണം. അപ്പോൾ ഓർക്ക് ഇവിടെ ഒരു നെഗറ്റീവ് സംഖ്യയെ ഒരു പോസിറ്റീവ് സംഖ്യ കൊണ്ടാണ് ഹരിക്കുന്നത്. അപ്പോൾ ശിഷ്ടം കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ചില കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഇവിടെ 4 കൊണ്ടാണ് ഹരിക്കുന്നത്. അപ്പോൾ ശിഷ്ടം 4നേക്കാൾ ചെറുതായൊരു സംഖ്യയായിരിക്കും. ശിഷ്ടം 4നേക്കാൾ ചെറുതായിരിക്കും. കൂടാതെ ശിഷ്ടമായി നമ്മൾ നെഗറ്റീവ് സംഖ്യകൾ എടുക്കാറില്ല. നോൺ നെഗറ്റീവായ സംഖ്യകൾ മാത്രമേ ശിഷ്ടമായി എടുക്കാറുള്ളൂ. അപ്പോൾ 4നേക്കാൾ ചെറിയ നോൺ നെഗറ്റീവായ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 0, 1, 2, 3 ഇതിലേതെങ്കിലും ആയിരിക്കും ശിഷ്ടമായി വരിക. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്, ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഇത് രണ്ടും നെഗറ്റീവ് സംഖ്യകളാണ്. ഇനി 1 അല്ലെങ്കിൽ 3 ആയിരിക്കും ശിഷ്ടമായി വരിക. ഇനി ശിഷ്ടം കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ ആദ്യം പോസിറ്റീവ് 5നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം കാണുക. 5ൽ 4 ഒരു തവണ, 1 4 4, ശിഷ്ടം 1, ശിഷ്ടം 1 കിട്ടി. ഇനി നെഗറ്റീവ് 5നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം കാണാനായിട്ട് ഇവിടെ 4 കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നത്. ഈ 4ൽ നിന്നും ഇപ്പോൾ കിട്ടിയ ശിഷ്ടം 1 കുറച്ചാൽ മതി. 4ൽ നിന്ന് 1 കുറച്ചാൽ 3. അപ്പോൾ -5നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം 3 ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ സി 3. എയും ബിയും ചേർന്ന് ഒരു ജോലി 7 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എയ്ക്ക് ബിയുടെ 1 4/3 മടങ്ങ് കാര്യക്ഷമതയുണ്ട്. അതേ ജോലി എയ്ക്ക് മാത്രം എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയും? ഇവിടെ എ ബി എന്നിങ്ങനെ 2 ആളുകൾ ചേർന്ന് ഒരു ജോലി 7 ദിവസം കൊണ്ട് തീർക്കും. എയ്ക്ക് ബിയുടെ 1.25 മടങ്ങ് കാര്യക്ഷമതയുണ്ട്. അതായത് ബി ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ 1.25 ഇരട്ടി ജോലി എ ഒരു ദിവസം ചെയ്യും. അപ്പോൾ ഈ ജോലി എ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 2 പേരും കൂടി 7 ദിവസം കൊണ്ടാണ് ജോലി തീർക്കുന്നത്. അപ്പോൾ എ തന്നെയാണെങ്കിൽ 7ൽ കൂടുതൽ ദിവസം വേണം. ആ കൂടുതലായിട്ട് എത്ര ദിവസം വേണ്ടി വരും എന്ന് കണ്ടുപിടിച്ചാൽ അത് 7നോട് ചേർത്താൽ നമുക്ക് ഉത്തരമായി. അപ്പോൾ ബി ഈ 7 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി, ബി 7 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ചെയ്യാനായിട്ട് എയ്ക്ക് എത്ര ദിവസം വേണമെന്ന് കണ്ടുപിടിച്ചാൽ മതി. ബി 7 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ചെയ്യാൻ എയ്ക്ക് എത്ര ദിവസം വേണം? അവർക്ക് എയ്ക്ക് ബിയേക്കാൾ കാര്യക്ഷമതയുണ്ട്. അതുകൊണ്ട് 7നേക്കാൾ കുറഞ്ഞൊരു ദിവസം മതിയാവും എയ്ക്ക് അത്രയും ജോലി ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഉത്തരത്തിലെത്താനായിട്ട് നമുക്ക് ബി ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവിനെ എക്സ് എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ എ ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്ര ആയിരിക്കും? എക്സിൻ്റെ 1.25 മടങ്ങ്, അതായത് 1 4/3 എക്സ് ആയിരിക്കും. ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്. നമുക്ക് രൂപമാറ്റം വരുത്താം. 1 4 4, 4നോട് 3 കൂട്ടിയ 7. അപ്പോൾ 7/4 എക്സ് എന്ന് വരും. 7/4 എക്സ്, അല്ലെങ്കിൽ ഇത് 7x/4. ഇനി ബി ഒരു ദിവസം ചെയ്യുന്ന ജോലിയാണ് എക്സ്. അപ്പോൾ 7 ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവോ 7 × x 7x ആയിരിക്കും. ഈ 7x ജോലി ചെയ്യാൻ എയ്ക്ക് എത്ര ദിവസം വേണമെന്ന് കണ്ടുപിടിച്ച് ആ കിട്ടുന്ന സംഖ്യ 7നോട് ചേർത്താൽ നമുക്ക് ഉത്തരമായി. അപ്പോൾ എ ഒരു ദിവസം ചെയ്യുന്നത് 7x/4 ആണ്. എ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവ് 7x/4. അപ്പോൾ 7x ജോലി ചെയ്യാൻ എയ്ക്ക് എത്ര ദിവസം വേണം? അത് കണ്ടുപിടിക്കാനായിട്ട് ഈ 7xനെ എ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7x/7x/4. അപ്പോൾ 7x ഇൻറ്റു ഇതിൻ്റെ ഛേദത്തിൽ വരുന്ന ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക. 4/7x എന്ന് വരും. 7x ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 4 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ബി 7 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ചെയ്യാൻ എയ്ക്ക് 4 ദിവസം വേണം. അപ്പോൾ ജോലി കംപ്ലീറ്റ് ചെയ്യാനോ 2 പേരും കൂടി 7 ദിവസം വേണമായിരുന്നു. അതിൽ ബി ചെയ്യുന്ന പാർട്ട് ബി ഇല്ലാത്തതുകൊണ്ട് എ തന്നെ ചെയ്യണം. ആ ബി ചെയ്യുന്ന പാർട്ട് ചെയ്യാൻ 4 ദിവസം കൂടെ അധികം വേണം. അപ്പോൾ 7 + 4 11 ദിവസം കൊണ്ട് എ തന്നെ ജോലി കംപ്ലീറ്റ് ചെയ്യും. ശരി ഉത്തരം ഓപ്ഷൻ എ 11 ദിവസം. എ എന്നത് ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറും സി എന്നത് ബിയിൽ നിന്ന് 30 മീറ്റർ വടക്കും ഡി എന്നത് സിയിൽ നിന്ന് 10 മീറ്റർ കിഴക്കുമാണ്. എയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരം എത്ര? ഇവിടെ ഡയറക്ഷൻസ് ഉൾപ്പെടുന്ന പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് ഡയറക്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. തന്നിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരു ഡയഗ്രം വരയ്ക്കാം.
എ എന്നത് ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറാണ്. അപ്പോൾ ഇത് ബി എന്നെടുക്കുക. അവിടുന്ന് 20 മീറ്റർ പടിഞ്ഞാറ് ആണ് എ. ഈ പോയിൻ്റാണ് എ. ഇത് 20 മീറ്റർ. സി എന്നത് ബിയിൽ നിന്ന് 30 മീറ്റർ വടക്കാണ്. വടക്കോട്ട് വരുമ്പോൾ മുകളിലോട്ട്. ബിയിൽ നിന്ന് 30 മീറ്റർ വടക്കാണ് സി. ഈ പോയിന്റ് സി. ഡി എന്നത് സിയിൽ നിന്ന് 10 മീറ്റർ കിഴക്കാണ്. 10 മീറ്റർ കിഴക്കോട്ട് വലത്തോട്ട് വരും. ഇതാണ് ഡി, 10 മീറ്റർ. അങ്ങനെയെങ്കിൽ എയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരം, ഈ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ചതുരം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ചതുരമാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അതേ അകലം 30 മീറ്റർ തന്നെയായിരിക്കും ഇതും വരിക. അതുപോലെ ഇവിടെ 10 മീറ്ററാണ്. ഈ അകലവും 10 മീറ്റർ വരും. അപ്പോൾ നോക്കുക, ഇത്രയും ദൂരം എത്ര വരും? 30 മീറ്റർ. ഈ ദൂരവും 30 മീറ്റർ. ഇത് 30 മീറ്റർ. ഇതൊരു മട്ടത്രികോണമാണ്. അതുകൊണ്ട് പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. പാദം സ്ക്വയർ അധികം ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. നമുക്ക് ഈ കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് വശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുകയെടുത്താൽ എ ഡിയുടെ വർഗ്ഗം കിട്ടും. അതായത് 30 സ്ക്വയർ അധികം 30 സ്ക്വയർ. ഇത് നമുക്ക് 2 × 30 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഇതാണ് കർണത്തിൻ്റെ വർഗ്ഗം അല്ലെങ്കിൽ എ ഡിയുടെ വർഗ്ഗം. ഇനി ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് ഉത്തരമായി. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ 2 × 30 സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട്. അവർക്ക് 30 സ്ക്വയറിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 30 കിട്ടും. 2നെ റൂട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ 30√2 എന്ന് എഴുതുകയേ പറ്റുള്ളൂ. അപ്പോൾ എ ഡി എന്നുള്ള ദൂരം 30√2 മീറ്ററാണ്. ശരിയുത്തരം ഓപ്ഷൻ സി, 30√2 മീറ്റർ. മിസ്റ്റർ എക്സ് കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുന്നു. അവൻ ഘടികാര ദിശയിൽ 110 ഡിഗ്രി തിരിഞ്ഞ് എതിർ ഘടികാര ദിശയിൽ 155 ഡിഗ്രി തിരിയുന്നു. ഇപ്പോൾ അവൻ ഏത് ദിശയിലേക്കാണ് അഭിമുഖീകരിക്കുന്നത്? ഇപ്പോൾ ഡയറക്ഷൻസ് ഉൾപ്പെടുന്ന ഒരു പ്രോബ്ലമാണ്. നമുക്ക് നോക്കാം. നോർത്ത് വടക്ക്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇവിടെ എക്സ് എന്നയാൾ കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അയാളുടെ പൊസിഷൻ ഈ ലൈനിലായിരിക്കും എന്ന് കരുതുക. ഇവിടെ നിന്ന് ഘടികാര ദിശയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 110 ഡിഗ്രി തിരിയുന്നു. ഓർക്കുക, ഇത് എത്ര വരും? 90 ഡിഗ്രിയാണ് ഇത്രയും വരുന്നത്. അപ്പോൾ ഇവിടുന്ന് 110 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും ഭാഗം വരും. ഇവിടെ ആയിരിക്കും ഇപ്പോഴത്തെ പൊസിഷൻ. 110 ഡിഗ്രി എന്ന് നമുക്ക് കരുതാം. ഇത്രയും 90 ആണ്, ഇത് 90 ആണ്. അപ്പോൾ 110 ഡിഗ്രി ഇവിടെ വരും. ഇനി എന്ത് ചെയ്യും? എതിർ ഘടികാര ദിശയിൽ 155 ഡിഗ്രി തിരിയുന്നു. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, അതായത് തിരിച്ചിതേ റൂട്ടിൽ തന്നെ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ടാണ് ആൻറ്റി ക്ലോക്ക് വൈസ്. ആ ഡയറക്ഷനിൽ 155 ഡിഗ്രിയാണ് ടോട്ടൽ തിരിയുന്നത്. 155 ടോട്ടൽ 155 ഡിഗ്രി. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, 110 ഡിഗ്രി തിരിയുമ്പോൾ ഇവിടെ തന്നെ വരും. ഇതേ ലൈനിൽ തന്നെ വരും. ഇവിടുന്ന് 110 ഡിഗ്രി തിരിയുമ്പോൾ ഇവിടെ തന്നെ വരും. ബാക്കി എത്രയുണ്ട്? 110 + 45 ആണ് 155. അപ്പോൾ ഇങ്ങോട്ട് 45 തിരിഞ്ഞു. ഇത് മൊത്തം എത്രയാണ്? 90 ആണ്. അപ്പോൾ 45 ഡിഗ്രി തിരിയുമ്പോൾ ഇതിൻ്റെ പകുതിക്ക് വരും. ഈ നോർത്തിനും ഈസ്റ്റിനും കൃത്യം നടുക്കായിട്ട് വരും. നോർത്ത് ഈസ്റ്റിന് നടുക്ക് വരുമ്പോൾ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഡയറക്ഷനിലായിരിക്കും ഇപ്പോൾ അയാളുടെ സ്ഥാനം. അതായത് വടക്ക് കിഴക്ക് ഡയറക്ഷനിലായിരിക്കും അയാളുടെ സ്ഥാനം. അപ്പോൾ വടക്ക് കിഴക്ക് എന്നുള്ളതാണ് ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ സി, വടക്ക് കിഴക്ക്. 30 - 10 = 300, 7/4 = 11, 9 × 3 = 6 ആണെങ്കിൽ 50 - 20 × 100/10 എത്ര? അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ 30 - 10 = 300 എന്ന് പറഞ്ഞാൽ ഈ മൈനസ് സൂചിപ്പിക്കുന്നത്, ഇവിടെ ഈ മൈനസ് സൂചിപ്പിക്കുന്നത് കുറയ്ക്കലല്ല എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇവിടെ ഓരോ തടത്തും ഉപയോഗിച്ചിരിക്കുന്ന ക്രിയ എന്താണെന്ന് നോക്കാം. 30 - 10 300. 30നെ 10 കൊണ്ട് ഗുണിച്ചാൽ 300 കിട്ടുമെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ നെഗറ്റീവ് സിമ്പൽ സൂചിപ്പിക്കുന്നത് ഗുണനത്തിനെയാണ്. അതുപോലെ 7/4 = 11. 7നോട് 4 കൂട്ടിയാലാണ് 11 കിട്ടുക. അപ്പോൾ ഈ ഹരണത്തിൻ്റെ സിമ്പൽ സൂചിപ്പിക്കുന്നത് പ്ലസിനെയാണ്, അധികത്തിനെയാണ്. 9 × 3 = 6 എന്നാണ് വന്നിരിക്കുന്നത്. 9ൽ നിന്ന് 3 കുറച്ചാലാണല്ലോ 6 കിട്ടുക. അപ്പോൾ ഗുണനത്തിൻ്റെ സ്ഥാനത്ത് വരേണ്ടത് ന്യൂനമാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ സിമ്പൽസ്,
ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിമ്പിൾസിൻ്റെ സ്ഥാനത്ത് അവയ്ക്ക് വേണ്ട യഥാർത്ഥ സിമ്പിൾസ് കൊടുക്കുക. അപ്പോൾ 50 മൈനസിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? മൈനസ് സൂചിപ്പിക്കുന്ന ഗുണനത്തിനെയാണ്. അപ്പോൾ 50 ഗുണം 20, ഇനി ഗുണനം സൂചിപ്പിക്കുന്നത് ന്യൂനത്തിനെയാണ്. മൈനസ് 100 ഭാഗം സൂചിപ്പിക്കുന്നത് പ്ലസിനെയാണ്, പ്ലസ് 10. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഗുണനം ആദ്യം ചെയ്യണം. 50 ഗുണം 20 1000. 1000 മൈനസ് 100 പ്ലസ് 10 എന്ന് വരും. ഇനി ഇടതുവശത്ത് നിന്ന് വലത്തോട്ട് ക്രിയേറ്റ് ചെയ്ത് പോയാൽ മതി. 1100 കുറച്ചാൽ 900, 900നോട് 10 കൂട്ടിയാൽ 910 വരും. ശരി ഉത്തരം ഓപ്ഷൻ എ 910. സമ്മർ എന്നത് റണ്ണർ ആയി കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിൻ്റർ എന്നത് ഡാഷ് ആയി കോഡ് ചെയ്യും. സമ്മറിൻ്റെ കോഡ് റണ്ണർ എന്നാണെങ്കിൽ വിൻ്ററിൻ്റെ കോഡ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള കോഡുകളായിട്ടുള്ളതുകൊണ്ട് നമുക്ക് അക്ഷരമാല എന്ന് എഴുതാം. ഇനി നോക്കുക, സമ്മറിന് എന്ത് മാറ്റങ്ങൾ വരുത്തിയാണ് റണ്ണർ എന്ന് കോഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. എസിൻ്റെ സ്ഥാനത്ത് 6 വന്നു. എസിൻ്റെ സ്ഥാനത്ത് 6 വന്നപ്പോൾ എസിന് തൊട്ട് പുറകിലുള്ള അക്ഷരമാണ്. യു അതേപടി തന്നെ എഴുതി. എമ്മിൻ്റെ സ്ഥാനത്ത് എൻ ആണ് വന്നിരിക്കുന്നത്. നോക്കുക, എമ്മിൻ്റെ സ്ഥാനത്ത് എൻ. അപ്പോൾ മൂന്നാമത്തെ അക്ഷരത്തിന് തൊട്ട് മുന്നോട്ട് പോയി. നാലാമത്തെ അക്ഷരവും എം ആയിരുന്നു, അതിൻ്റെ സ്ഥാനത്ത് എൻ വന്നു. അതും തൊട്ട് മുന്നോട്ട് ഒരക്ഷരം കൊടുത്തു. അവസാന 2 അക്ഷരങ്ങൾക്ക് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ വിൻ്ററിൻ്റെ കോഡ് എഴുതാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ അക്ഷരത്തിന് ഒന്ന് പുറകോട്ട് പോകണം, അതായത് വി വന്നു. ഡബ്ല്യുവിൻ്റെ സ്ഥാനത്ത് വി എഴുതുക. രണ്ടാമത്തെ അക്ഷരത്തിന് ഇവിടെ ഒരു മാറ്റവും വരുത്തിയില്ല, അപ്പോൾ ഇവിടെയും ഐ തന്നെ കൊടുക്കുക. 3ഉം 4ഉം അക്ഷരങ്ങൾ ഒന്ന് വിധം മുന്നോട്ട് നിൽക്കുക. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് ഒ വരണം. ടിയുടെ സ്ഥാനവും അടുത്ത് യു വരണം. അവസാന 2 അക്ഷരങ്ങൾ അതേപടി എഴുതുക. VIOUER. VIOUER. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ശരി ഉത്തരം ഓപ്ഷൻ ബി.